MG സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്. ഞാനിങ്ങനെ പാടാൻ വരുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഇങ്ങനത്തെ ഒരു സാധനത്തിനെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നൊരു വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വല്യപ്പൻ എന്നോട് ഇനി ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കർത്താവ് അനുഗ്രഹിക്കും പറഞ്ഞു. എന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ പടത്തിൽ നോക്കാൻ പറഞ്ഞു. നോക്കി ഈ ശങ്കര പാട്ടോടെ പറഞ്ഞു ഗോൾഡൻ സ്പെയറോ എന്നുണ്ട് പടത്തിൽ. അത് കിട്ടില്ല, അതിൻ്റെ തെലുങ്ക് വേർഷൻ. അതിങ്ങനെ തെലുങ്ക് വേർഷൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടില്ലേ നമ്മുടെ പാട്ട് പാടിയിട്ട്, അങ്ങനെ കണ്ടൊരു പയ്യൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തതാണ്. സാൽവിൻ എന്ന് പറഞ്ഞൊരു ലിറിക്സിസ്റ്റ്. ഒന്നായി നെയ്തൊര സ്വപ്നജാലകം ഒരു കോണിലായി മാറാലമൂടി. എനിക്ക് വേടന ഭയങ്കര ഇഷ്ടം. പുള്ളീൻ്റെ പാട്ട് ഞാൻ സ്റ്റേജിൽ എല്ലാവരും ഇപ്പോൾ പാടില്ല, അപ്പം ഞാനും പാടും. കൂടെ എൻ്റെ ഇതും ഇവിടെ ആഡ് ചെയ്തിട്ട് ഒരു പടം പഠിക്കാറ്. ചക്ക മുറിച്ചിടണുണ്ട്, കൈത്തുണ്ടം കാട്ടിടണുണ്ട്, എന്നോടെങ്കിടൻ്റെ പേച്ചെല്ലാഞ്ഞേ, കിഴക്കേപ്പുറത്തെ കുഞ്ഞറത്തേക്കൊന്നു ചെല്ലാഞ്ഞേ. എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് ശേഷം എനിക്ക് കൂടുതൽ ഷോസ് കിട്ടാൻ കാരണം ഈ പാട്ട് ആളുകളിലേക്ക് വീണ്ടും എത്തിക്കാനുള്ള കാരണം. മണിച്ചാണ്ട് കൂടെ UK ലണ്ടനിലൊക്കെ പോയിട്ടുണ്ട്. മണിച്ചാണ്ട് മൂത്ത് കിറങ്ങി നോക്കി, അപ്പോൾ ആൾ കെട്ടിപ്പിടിച്ചു. നന്നായിടാന്ന് പറഞ്ഞു. അടിപൊളിക്ക് മതി അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പവർ കയറി. എനിക്ക് തങ്കലാൻ്റെ ടൈറ്റിൽ, മലയാളം ടൈറ്റിൽ ഞാൻ പാടി. കണ്ടോ നാട്ടാരെ, കണ്ടോ എൻ നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് മ്യൂസിക്കൽ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല, ഓക്കെ, ഒരു പാട്ട് ഞാൻ പറയാം. കണ്ടോ നാട്ടാരെ, കണ്ടോ എൻ നാട്ടാരെ, ഉണ്ണിയുടെ അമ്മയെ കണ്ടോരുണ്ടോ. ഈ പാട്ട് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നൊരു മുഖമുണ്ട്. അതെ, സുധീഷ് ശശികുമാർ. ഹായ് സർ. നമസ്കാരം. നമസ്കാരം. സുഖാണോ? കുഴപ്പമില്ല. ഓക്കെ ചേട്ടാ, ഇപ്പം ചേട്ടൻ മ്യൂസിക്കൽ കരിയറൊക്കെ എടുത്തു. എന്താണ് ചേട്ടൻ ഇപ്പോൾ പറയാനുള്ളത്? മ്യൂസിക്കൽ കരിയറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മ്യൂസിക്കൽ കരിയറിൽ നമ്മൾ വന്ന് പെട്ടാണ്. ഓക്കെ, ഞാൻ അവിടെ കിടന്ന് എന്തൊക്കെ കാണിക്കാൻ പറ്റും, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള പരിപാടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കണ്ടോ നാട്ടുകാരൻ എന്ന പാട്ട് മണിച്ചേട്ടന് വേണ്ടി ട്രിബ്യൂട്ട് ചെയ്ത പാട്ടാണ്. പുള്ളീൻ്റെ പാട്ടാണ്. അത് എഴുതിയിട്ടുള്ളത് സുരേന്ദ്രൻ കണ്ണൂക്കാടൻ, ബിഷോയ് എന്ന ചേട്ടനാൻ്റെ മ്യൂസിക്. മണിച്ചേട്ടന് വേണ്ടിയിട്ട് 4ാമത്തെ വർഷം കൊണ്ട് ട്രിബ്യൂട്ട് ചെയ്ത പാട്ടാണ് ഞാൻ. അതിനുശേഷം ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവം എന്ന പരിപാടിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടിക്കാലം മുതലേ പാട്ട് കാര്യങ്ങളൊക്കെ പ്രൊഫഷണലി പഠിക്കുന്നുണ്ടായിരുന്നു? അത് എങ്ങനെയാണ് അതിനൊക്കെ വന്നത്? പാട്ട് ഗന്ധമുണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് അമ്മയുടെ ഇതുകൊണ്ട് ശിക്ഷണം കൊണ്ടും ഭജൻസ് അങ്ങനെയൊക്കെ പഠിപ്പിക്കും. അങ്ങനെ പാട്ടിലുണ്ടായിരുന്നു. ലളിതഗാനം അങ്ങനെയൊക്കെ, ലൈറ്റ് മ്യൂസിക്. പിന്നെ എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ച ടീച്ചർ 1ാം ക്ലാസ്സിൽ പിന്നെ ലളിതഗാനം എന്നൊക്കെ ഒന്ന് കേട്ടില്ലേ, അങ്ങനെ ഫസ്റ്റ് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ പാട്ടായിട്ട് എപ്പോഴും നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊരു പാട്ടുകാരുണ്ടാവില്ലേ, അതുപോലെ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എവിടെ പോയാലും പാട്ട് പാടും. അപ്പോൾ 10ാം ക്ലാസ് വരെ ഇങ്ങനെ ഒരു 5ാം ക്ലാസ് ക്ലാസിക്കലി കുറച്ച് പഠിക്കാൻ നോക്കി. 10 വർഷത്തോളം പഠിച്ചു. അതിനുശേഷം പ്രൊഫഷണലി അങ്ങനെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോയിട്ടില്ല പാടാനൊന്നും. നമ്മുടെ ഈ വോക്കൽ ചേഞ്ച് ആവുന്ന ഒരു ദിവസം ഉണ്ടാവില്ല നമുക്ക്. അപ്പം എൻ്റെ ധാരണ പാട്ടൊക്കെ നിൽക്കും നമ്മുടെ. അതുകൊണ്ട് എൻ്റെ ശബ്ദം മാറിയതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റില്ല. അങ്ങനെ വിചാരിച്ച് ഞാൻ അത് കുറേ നാൾ ഉപേക്ഷിച്ചു. പിന്നെ വീണ്ടും എന്നെ ആക്സിഡൻ്റലി ഈ ഐഡിയ സ്റ്റാർസ് എന്ന പ്രോഗ്രാമിൽ സെലക്ഷൻ കിട്ടിയതുകൊണ്ട് അങ്ങനെ പ്രൊഫഷണലായി പോയതാ. എന്തായിരുന്നു ഇൻസ്പിറേഷൻ ഐഡിയ സ്റ്റാർസിംഗിലേക്ക് വരാനുള്ള? ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നില്ല, വെറുതെ കൊടുത്താണോ? അല്ലല്ല, നമ്മളിപ്പോൾ പറയട്ടെ, ഇപ്പോൾ അപർണയ്ക്ക് ഇതുപോലത്തെ ചാൻസസ് വരുമ്പോൾ ട്രൈ ചെയ്യില്ലേ, അതുപോലെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പാട്ടായിട്ട് ബന്ധമുള്ള കുറച്ച് ആൾക്കാരായിട്ട് ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഇൻ്റർവ്യൂസിനും, അന്ന് സ്റ്റാർ സിംഗർ ഭയങ്കര ക്ലിക്കായി നിൽക്കുന്ന സമയമല്ലേ, ആ സമയത്ത് ഞാനും ട്രൈ ചെയ്തു. എൻ്റെ ഒരു അപ്പിയറൻസും അന്ന് മുടിയൊക്കെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, 2009 കഥ. അപ്പോൾ അപർണ എവിടെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല. 2009 എവിടെയാണ് നോക്കണ്ട, കണ്ടിട്ടുണ്ടാവില്ല. അല്ല, മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു അപ്പിയറൻസ് MG സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്. ഞാൻ ഇങ്ങനെ പാടാൻ വരുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഇങ്ങനത്തെ ഒരു
ഇങ്ങനത്തെ ഒരു സാധനത്തിന് നോക്കിയിരിക്കായിരുന്നു. അല്ല അത് അവർക്കൊരു അങ്ങനത്തെ ഒരാളെ ആവശ്യമായിരുന്നു. അത് നമ്മുടെ ഭാഗ്യത്തിന് ആളിനെ കിട്ടിയില്ലേ. ഇപ്പം ചേട്ടനിപ്പോ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഫാൻ മൂമെന്റ് ഉണ്ടാവുമല്ലോ, മറക്കാൻ പറ്റാത്ത ഒരു ഫാൻ മൂമെന്റ് പറയാൻ പറ്റുമോ? എനിക്ക് ആക്ച്വലി പരിപാടി ചെയ്യുന്ന പറഞ്ഞാൽ സാധാരണ ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടി നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ പാടുമ്പോൾ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് അപ്പന് കിട്ടും. അല്ലാണ്ട് ഇങ്ങനെ കൈയടിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കൂലേ, അവർ ആസ്വദിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ആ റെസ്പോൺസ് കിട്ടിയാലാണ് നമുക്ക് സ്റ്റേജിൽ എനർജി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ ബാക്കിൽ കൂടെ പോയിട്ട് ആ വീട് വാടാ കൊണ്ട് ഓരോ വിളിതാണ്. അപ്പോൾ ഞാൻ സ്റ്റാർ സിംഗറിൽ ഇറങ്ങിയിട്ടില്ല, നല്ല പീക്ക് ടൈമാണ്, എല്ലാവരും അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവനൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വല്യപ്പൻ എന്നോട് പറഞ്ഞു, ഇനി ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കർത്താവ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ പടത്തിൽ നോക്കാൻ പറഞ്ഞു. നോക്കി നീ ശങ്കര പാട്ടോടാൻ പറഞ്ഞു എന്നോട്. ശങ്കരാണോ? യെസ്, ശങ്കരായിട്ട് ഞാൻ ആളുടെ മുത്തോക്കിയിട്ട് ഇങ്ങനെ ആ പാട്ട് പാടിയ പറഞ്ഞത്. അതായത് ദൈവം എന്നല്ല, എനിക്ക് ഭയങ്കര മൂമെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ പറയാൻ കാരണം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കഥയാണത്. ഫ്ലവേഴ്സ് പരിപാടിയിൽ വൈഫ് ഓഫ് സിംഗിങ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ ചേട്ടൻ മകന് വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ തന്നെ എഴുതിയ പാട്ടാണ്? എഴുതിയതല്ല, അത് ആക്ച്വലി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ ഉണ്ടായി 2ാമത്തെ വയസ്സിൽ അവൻ്റെ ബർത്ത്ഡേക്ക്. അപ്പം ഞാൻ ഒരാഴ്ച 2-3 ദിവസം മുമ്പാണ് ഞാൻ ഇതിനെ ചിന്തിക്കണം, ഇങ്ങനെ ഒരു സംഭവം നമുക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളുടെ മകൾ നമുക്കുണ്ടാക്കുന്ന സാധനം, അതായത് അവൻ്റെ ഒരു ഏജിൽ അവൻ എനിക്ക് അച്ഛൻ ഉണ്ടാക്കിയത് നമുക്ക് പറയില്ലേ, നമ്മുടെ കയ്യിൽ ആകെ തരാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ അങ്ങനെ തോട്ടിൽ ഞാനത് ഉണ്ടാക്കിയെന്നുള്ളൂ. ആ ലിറിക്സ് ഷിൻസൺ പൂവത്തിൽ നിന്ന് ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളീനെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ ഇങ്ങനെ ട്യൂൺ ഉണ്ട് പറഞ്ഞപ്പോൾ അവൻ എഴുതി തന്നതാണ്. ഈ ഷിൻസൺ എന്ന ആള് ഒരു 3 മാസം മുമ്പ് മരിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ പറയുമ്പോൾ ഓർക്കണം, ഒരുപാട് ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഞാൻ അവരിത് പറഞ്ഞു, എടാ ഷിൻസ നിൻ്റെ പേര് ഞാൻ അവിടെ നന്നായിട്ട് പരാമർശിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ പറയുക, നമ്മുടെ ഭാഗ്യമില്ലെന്ന് പറയില്ല. ആ ഇൻ്റർവ്യൂ എൻ്റെ പുറത്ത് വന്നില്ല. മാത്രമല്ല എന്തോ ഓഡിയോ കറക്ഷൻസ് ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ചോദിച്ചു. പക്ഷേ പുള്ളി മരിക്കും. അതിൽ മണിച്ചാണ്ടിന് വേണ്ടിയ പുള്ളി എഴുതിയൊരു പാട്ടുണ്ട്. കുന്നോളം സങ്കടം നെഞ്ചിലൊളിപ്പിച്ചു നീ ചിരിച്ചു, കുഞ്ഞോളം കൊച്ചു പിണക്കവുമായി നടന്നു, പൊന്മണിപ്പൂവേ ചെങ്ങനിലാവെനി മണ്ണിൽ പൊലിഞ്ഞതെന്തേ, പൊന്നൊളി തൂകിയ നിൻ പ്രിയവരികൾ നിന്നെ തിരയണുണ്ടേ, നീറിപ്പുകയണുണ്ടേ, ചന്ദനപ്പൊട്ടും ചേലും ചിരിയും എന്നിനി കാണാനാ, ചാലക്കുടിക്കാരൻ ചാലക്കുടി വിട്ട് എങ്ങോട്ട് പോവാനാ. ഞാൻ വരിയില്ലേ, ആ വരി കേട്ടിട്ട് ഞാൻ ഇവൻ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ അവൻ വെറുതെ കയറിയതാ. അപ്പോൾ ആ പുള്ളി എഴുതിക്കൊണ്ടിരിക്കുന്നു, അവൻ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ പാട്ടിൻ്റെ ലിറിക്സ് കേട്ടോ ഞാൻ ഷിൻസ ഞാൻ ഈ പാട്ട് പാടാറുണ്ട്, പാടി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പാടി തോന്നുന്നു. അങ്ങനെ ഞാൻ പാടിയ പാട്ടാണ്. ഞങ്ങൾ ഭയങ്കര ചങ്ങാതിമാരാണ്. പക്ഷേ ഇത് എന്നെ പാടാൻ വിളിച്ചു വന്നല്ല. പക്ഷെ ഇത് കുന്നോളം സങ്കടം യൂട്യൂബിൽ പറഞ്ഞ് അടിച്ചു നോക്ക്, ഞങ്ങൾ ഇട്ടേലും കൂടുതൽ ആൾക്കാർ അത് ഷെയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ചേട്ടന് ഇപ്പം ഒരു ഫേവറേറ്റ് സിംഗർ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു സിംഗറിന്റെ കൂടെ പാടണം അല്ലെങ്കിൽ കൊളാബ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അങ്ങനെ ഒരു സിംഗർ ഉണ്ടോ? എനിക്ക് വേടനെ ഭയങ്കര ഇഷ്ടപ്പോ. വേടനെ അല്ലേ? പുള്ളിനെ മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ്റെ ഫസ്റ്റ് പാട്ടില്ലേ വോയിസ്ലെസ് എന്ന പാട്ടില്ലേ, അത് ഇൻസ്പയർ ചെയ്തിട്ട് ഞാൻ ഇതുപോലെ കുത്തിക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഇറക്കാൻ പറ്റില്ല അറിയാം. പക്ഷെ അവൻ്റെ ഈ പാട്ട് ഞാൻ വേദിയിൽ വേടന്ന് വിളിക്കുന്ന എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും അറിയില്ല. പുള്ളീൻ്റെ പാട്ട് ഞാൻ സ്റ്റേജിൽ എല്ലാവരും ഇപ്പോൾ പാടുന്നില്ല, അപ്പോൾ ഞാനും പാടും. കൂടെ എൻ്റെ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു പടം പഠിക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാ ജോണറും ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഇന്ന പർട്ടിക്കുലർ അങ്ങനെയാണെന്നൊന്നുമില്ല, ഞാൻ ഇന്ന പാട്ട് പാടുള്ളൂ എന്നൊന്നുമില്ല. കൂടുതൽ ക്ലാസിക്കൽ അധികം പാടില്ല. അതിന് വേറെ ഞാനിപ്പോൾ എന്നെ പ്രോഗ്രാം വിളിക്കണമെങ്കിൽ അതിന് പറ്റിയ ആളെ ഞാൻ കൂടെ കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾക്കൊരു ടീമുണ്ട് ചാലക്കുടിയിൽ. കുഞ്ഞിലെ പാട്ട് പാടുന്നതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫാമിലി ആയിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? എൻ്റെ ജോലി എൻ്റെ അമ്മയ്ക്ക് സ്കൂളിൽ കുട്ടികൾക്ക് പാചകം ചെയ്യുന്ന ജോലിയാണ്. സാധാ ഒരു കുടുംബമാണ് എൻ്റെ അച്ഛന് സാധാ കൂലിപ്പണിയാണ്. ഇത് കറക്റ്റായിട്ട് പഠിച്ച് ഇന്ന സ്ഥലത്തേക്ക് പോയി ഇന്നത് പഠിക്കുക എന്ന് പറഞ്ഞു തരാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലൊന്നുമല്ല എൻ്റെ
ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ. 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത പണിക്കത് പോവാം, അടുത്ത ഇത് പോവാം, ഇങ്ങനെ. എന്നെ ഫസ്റ്റ് തന്നെ 10ാം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ എന്നെ ഫസ്റ്റ് പെയിൻറ്റിങ്ങിന് കൊണ്ടുപോയ ആൾക്കാരുണ്ട്. അതായത് അങ്ങനെയാണ് ഞാനൊക്കെ വളർന്നു വന്ന, അങ്ങനെ ആയിരിക്കും സിറ്റുവേഷൻസൊക്കെ. അപ്പോൾ അതിനുശേഷം പാട്ടേ ഉണ്ടായിട്ടില്ല. 26ാമത്തെ വയസ്സിൽ പിന്നെ ഒരു സുന്ദരിയെ വാ ഫന, ആ ഒരു കാലഘട്ടം അറിയോ? സുന്ദരി കേട്ടിട്ടുണ്ടോ ആ പാട്ട്? ആ പാട്ടിൻ്റെ ആ സമയത്താണ് നമുക്ക് വീണ്ടും പാട്ടിനോടൊക്കെ ക്രേസ് തോന്നിയിട്ട് അപ്പോൾ കരോക്കെ ഒക്കെ ഇറങ്ങും അന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഓരോ സ്റ്റേജുകൾ പാടി പാടി അങ്ങനെയാണ് വീണ്ടും വേദിയിലേക്ക് വരുന്നതും പാട്ട് പാടുന്നതൊക്കെ ആയിട്ട്. ആ സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ ഐഡിയ സ്റ്റാർ സിംഗിൽ പെട്ടെന്ന് എനിക്ക് നോക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ. അപ്പൊ അവിടെ ഏതാ ഫസ്റ്റ് പാടിയ പാട്ട്? ഏത് ഐഡിയ സ്റ്റാർ സിംഗിൽ? നമ്മുടെ ഖുദാസെ മന്നത്ത് മേരി. ഒരു വരി പാടുമോ? ഒരെണ്ണം മതിയോ? രണ്ടുപേരും പാടിക്കോ. खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी. खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी. वो अमन वो चमन का नज़ारा, वो अमन वो चमन का नज़ारा. वो खुदाया लौटा दे कश्मीर दोबारा. वो खुदाया लौटा दे कश्मीर दोबारा. मेरी रूह की तस्वीर मेरा कश्मीर. खुदाया लौटा दे कश्मीर दोबारा. वो खुदाया लौटा दे कश्मीर दोबारा. റീസെൻ്റ്ലി സ്റ്റേജിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ ചേട്ടാ, ഇപ്പം ചേട്ടന് ലൈവ് റെക്കോർഡിംഗ് ആണോ അതോ സ്റ്റേജ് ഷോ ആണോ ഏറ്റവും പാടായിട്ട് തോന്നിയിട്ടുള്ളത്? കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏതാണ് ചേട്ടന് കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും പാടായിട്ട് ചേട്ടന് തോന്നിയിട്ടുള്ളത്? റെക്കോർഡിങ് ലൈവ്. പക്ഷേ റെക്കോർഡിങ്ങിന് ഞാനത് ട്രൈ ചെയ്തു എങ്ങനെയൊക്കെ പാട്ട് എടുക്കാൻ ശ്രമിക്കും. അപ്പം എനിക്കിഷ്ടമാണ് റെക്കോർഡിങ്. ലൈവ് വേറെ, രണ്ടും വേറെ വേറെ. പറഞ്ഞു കേട്ടില്ലേ ആൾക്കാർ? രണ്ടും വേറെ, എൻ്റെ ഡിഫറെൻ്റാണ്. നമ്മൾ ശരിക്കും ഇവിടെ നമ്മൾ ഒരു പാട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വോക്കലൊക്കെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ സ്വന്തമായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ വോയിസ് ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ആളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളുടേതായ സാധനം നമ്മൾ ജനിപ്പിക്കണ്ടേ. അപ്പോൾ ഇത് റിസ്ക്കും അത് ടാസ്കും അതല്ലേ. അപ്പോൾ ചലഞ്ച് ചെയ്യണത് ശരിക്കും. ചേട്ടന് കുട്ടിക്കാലത്ത് ചേട്ടൻ്റെ കൂടെ പാടാൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, അടിപൊളിയായിട്ട് പാടി. ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് തമ്മിൽ പാട്ട് പാടുമല്ലോ, ഒരു കച്ചേരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഉണ്ടാവും, സിംഗർ ഫ്രണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇപ്പോഴും കോണ്ടാക്ട് ഉള്ള, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ കൂടുമ്പോൾ ആ ഒരു പാട്ടിന്? ഞങ്ങളുടെ സീസണിലുള്ള ശ്രീനാഥ് രാഹുൽ അറിയോ? ശ്രീനാഥ് ശിവശങ്കർ അറിയാം. വിജയുടെ അദ്ദേഹം ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സാണ്. ശ്രീനാഥ് രാഹുൽ വിദ്യാശങ്കർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ടീമായിട്ട് ഒരുമിച്ച് ചിലപ്പോൾ ഇടയ്ക്ക് ഷോ കിട്ടാറുണ്ട്. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമ്മളൊരു ഇപ്പോൾ നിങ്ങളുടെ ഒരു കോളേജ് ലൈഫ് കിട്ടുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ടീമുണ്ട് ഞങ്ങൾക്ക് ചാലക്കുടി തന്നെ. MJ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ചാലക്കുടി ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ചേട്ടൻ്റെ മൂവീസിന് പുതിയ പ്രോജക്ട്സും കഴിഞ്ഞു പോയ പ്രോജക്ട്സും കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ചേട്ടൻ ഏതൊക്കെ മൂവീസിലാണ് പാട്ട് പാടിയിട്ടുള്ളത്? റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള മലയാളം സിനിമ ഓശാന എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടില്ലേ നമ്മുടെ പാട്ടിൽ പാടിയിട്ട്, അങ്ങനെ കണ്ടൊരു പയ്യൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തതാണ്. സാൽവിൻ എന്ന് പറഞ്ഞൊരു ലിറിക്സിസ്റ്റ്. ഇങ്ങനെ എൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് പറഞ്ഞു, ചേട്ടാ കോണ്ടാക്ട് നമ്പർ തരോ, ഇങ്ങനെ ഒരു സിനിമയിലത്തെ പ്രൊജക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ സ്ഥിരം കൊടുക്കുന്ന നമ്പർ ഇതുപോലെ ആരും വിളിക്കൊന്നുമില്ല. പക്ഷെ ഇത് ശരിക്കും ഉണ്ടായി. അതിനെ വിളിച്ചു. ജെയ്സനാണ് അതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്, ജെയ്സൺ ജോൺ. അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അവർക്ക് ഓക്കെ ആക്കിയിട്ട് പാടി. മാറാല എന്നാണ് ആ പാട്ടിൻ്റെ പേര്. കേട്ടോക്കോളൂ. അയ്യോ ഈ മഴ പെയ്ത് തോർന്നതെന്തിനോ നോവിനോ മനമതിൻ നോവിനോ കാലം കാത്തു വെച്ചതെന്തിതോ മൗനമേ തേങ്ങലോ തേങ്ങലോ ഏതോ നനുത്ത
തേടലും നെഞ്ചിൽ പിടഞ്ഞ വാക്കും അന്നു കൊഴിഞ്ഞ പൂവും രാവിൽ നിറഞ്ഞ തേനും മൂടിയോ കാണാദൂരെയായി മോഹവും മാറാല മൂടിയോ മൂടിയോ കാണാ ദൂരെയായി മോഹവും മാറാല മൂടിയോ ഒന്നായി നെയ്തൊര സ്വപ്നജാലകം ഒരു കോണിലായി മാറാല മൂടിയോ. വേറെ മൂവീസ് ഏതൊക്കെയാണ് ചെയ്തത്? മലയാളം അല്ലാണ്ട് വേറെ ലാംഗ്വേജ്? തങ്കലാൻ്റെ ടൈറ്റില് മലയാളം ടൈറ്റിൽ ഞാൻ പാടിയിട്ടുണ്ട്. ലാനെ തങ്കലാൻ. തങ്കലാൻ സിനിമ കണ്ടിട്ടുണ്ടോ? വിക്രാന്തിനെ അറിയോ? വിക്രത്തിന്റെ തങ്കലാൻ സിനിമയിലെ ടൈറ്റിൽ മലയാളം ഞാൻ പാടി. പിന്നെ ഗോൾഡൻ സ്പെയറോ എന്നുണ്ട് പെട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? ഗോൾഡൻ സ്പെയറോ, അതിൻ്റെ തെലുങ്ക് വേർഷൻ. അതിങ്ങനെയാണ് തെലുങ്ക് വേർഷൻ ഞാൻ പാടിയിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അത് ജി വി പ്രകാശ് ഇല്ലേ, മ്യൂസിക് ഡയറക്ടർ ജി വി പ്രകാശിൻ്റെ മെയിൻ അസോസിയേറ്റ് ഇവിടെ നമ്മുടെ കൊച്ചിയിലുള്ളത്. അപ്പോൾ അവരൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അശ്വിൻ സത്യ എന്നാണ് പുള്ളിൻ്റെ പേര്. ആ കെയർ ഓഫിലാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അവനൊക്കെ അറിയാം നമ്മുടെ വോയിസ് ഇതിന് പറ്റുമോ എന്നല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ സൂചിച്ചാട്ട പോകാമെന്ന് പറയുമ്പോൾ ചെല്ലുമ്പോൾ അങ്ങനെ കിട്ടുന്ന ചാൻസസ് ആണത്. എനിക്കറിയാം, എൻ്റെ സുഹൃത്ത് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ് ലിതിൻ കേട്ടി എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ മെയിൻ അസോസിയേറ്റാണ് ലിതിൻ കേട്ടി, അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ്. പക്ഷേ അവൻ തന്നെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരുപാട് മ്യൂസിക് ഡയറക്ടർമാർ അവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് അവരെ മെസ്സേജ് ചിലപ്പോൾ ചാൻസ് കിട്ടുന്നത്. ജസ്റ്റിൻ വർഗീസ് ചേട്ടൻ എനിക്ക് അതുപോലെ ചാൻസ് തന്നിട്ടുണ്ട്. ചാവേർ സിനിമയില്ലേ, അതിലത്തെ പൊലിക 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 അതിൻ്റെയൊക്കെ കോറസിൽ ഞാൻ എന്നെ വിളിച്ചത്. അപ്പോൾ സാറിന് ഞാൻ ഇങ്ങനെ പാട്ടിൽ അയച്ചു കൊടുക്കും, സാറേ അത് കേട്ടത്, ഇത് എല്ലാവരും ചെയ്യണ കാര്യം തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആൾക്ക് റീൽസ് ഇഷ്ടപ്പെട്ട് ഒരു വോയിസ് ആൾക്ക് ഇഷ്ടപ്പെട്ടു. ആൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള വോയിസിൽ ഇഷ്ടമാണ് ജസ്റ്റിൻ ചേട്ടൻ. കാഗസ് കേതോ പങ്കിലൊക്കെ ഉഠ ചല ജായര്, അതിൻ്റെ വേർഷൻ ഞാൻ പാടി അയച്ചു കൊടുത്തത്. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു. അതാ कागज के गो पंख लेके उठ चला जाए रे, जहाँ नहीं जाना ताए वही चला हाय रे, उम्र का है ताना बाना समझ न पाए रे, सुबह पे जो मोह माया नमक लगाए रे, के देखो न बाल न जाने न दाए रे, ദീശഹാരെ ക്യാമുൻബുക്ക മൊണ്ടാരേ. അടിപൊളി. ഓക്കെ, പിന്നെ ചേട്ടൻ്റെ ഫാമിലിയെ കുറിച്ച് പറയോ? വീട്ടിൽ എനിക്ക് വൈഫ്, 2 കുട്ടികൾ, അമ്മ അച്ഛൻ മരിച്ചു. പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് 3 മക്കളായിരുന്നു. ഇപ്പോൾ അടുത്തൊരു കുട്ടി മരിച്ചു, വയ്യാത്തതായിരുന്നു. പിന്നെ അങ്ങനെ മക്കളുടെ പേര് ഇതായി ഇമായി. ഇല്ലില്ല, ചെറിയ മക്കള് 7 വയസ്സ് ഒരുത്തിന്, ഒരെണ്ണ് 3 വയസ്സ്. അച്ഛന്റെ കൂടെ പാട്ട് പാടുമ്പോ ഇങ്ങനെ പാട്ടൊക്കെ കൂടെ പാടാറുണ്ടോ എന്നാണ് ഇല്ല, അത് നല്ല ഇടിയിടിക്കും. അങ്ങനൊന്നുമില്ല, പാട്ടിനോട് ഗന്ധമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മളിപ്പോ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. അപ്പൊ പാട്ട് എന്ന് പറയുമ്പോൾ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ കൂട്ടാക്കില്ല. ഇപ്പോഴത്തെ പയ്യന്മാരെ എനിക്ക് അറിയേണ്ടത് കുറച്ച് അറിയുള്ളൂ. അല്ലേ, ഒരു ജനറേഷൻ പറയാം, അവർക്ക് വണ്ടി, മൊബൈല്, പിന്നെ ഗെയിം അങ്ങനെയൊക്കെ അല്ലേ. വൈഫിന്റെ പേര് നിവിയ. ഫസ്റ്റ് ടൈം മൈക്കിൽ കൂടെ പാടുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു സന്തോഷമുണ്ടല്ലോ, മൈക്കിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു? ഒരു സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ ഉണ്ടാവണ്ടിരിക്കുമോ. സരസ്വതി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. ടീച്ചറാണ് എന്നെ ഇങ്ങനെ പാട്ട്, പിന്നെ അമ്മ പഠിപ്പിക്കും. ഈ അമ്മ മണിച്ചേട്ടൻ, കലാഭവൻ മണിച്ചേട്ടല്ലേ, മണിച്ചേട്ടൻ സ്കൂളിലാണ് അമ്മ ജോലി ചെയ്തത്. അപ്പോൾ ഈ മണിച്ചേട്ടനും അവൻ്റെ അമ്മയും നിങ്ങൾക്ക് അറിയേണ്ട അറിയില്ല, ഞാൻ പല സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ മണിച്ചേട്ടനായിട്ട് നല്ല കണക്ഷൻ. അപ്പോൾ മണിച്ചേട്ടൻ കുറേ പാട്ടൊക്കെ പഠിപ്പിക്കും. അങ്ങനെയാണ് മണിച്ചേട്ടനൊരു പാട്ട്, മണികണ്ഠന് മലമേലൊരു മണിമന്ദിരമുണ്ടേ,
മകരം പുലരുമ്പോൾ അവിടെ ഒരു അഭിഷേകവുമുണ്ട്. വില്ലാളി വീരന്റെ തിരുമുമ്പിൽ ചെല്ലുമ്പോൾ 18-ാം പടി തന്നിൽ നിറതേങ്ങയുടക്കണം. ഈ പാട്ട് മണിച്ചേട്ടൻ അമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. മണിച്ചേട്ടൻ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, പുള്ളിക്കാരൻ ആ അറ്റത്ത് കസേരയിൽ ഇങ്ങനെ ഇരിക്കണം. ആൾ പഠിക്കുമ്പോൾ, ആൾ 10ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നെർവസായിരുന്നു. മൈക്ക് ഇങ്ങനെ ഇരിക്കണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പാടുന്നുണ്ടെന്ന് അത്രേ ഉള്ളൂ, ബാക്കിയൊന്നും ഓർമ്മയില്ല. ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാട്ട്, ഒറ്റ പാട്ടുണ്ടാവുമല്ലോ, ഒരുപാട് പ്രാവശ്യം ഏതെങ്കിലും സ്റ്റേജിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പാടിപ്പിക്കുന്ന ഒരു പാട്ടുണ്ടാവില്ല, അത് ഏത് പാട്ടാണ്? ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഈ കണ്ടുവന്ന നാട്ടുകാർ ഹിറ്റായിട്ട് വൈറലായി സോങ് ആയില്ലേ, അപ്പോൾ എനിക്കിഷ്ടമാണ് ആ പാട്ട്. ഇതുപോലെ വേറെ പാട്ട് കൂടിയുണ്ട് മണിച്ചേട്ടൻ്റെ. തെക്കേ പുറത്തെ പ്ലൗമെൻ്റെ ഒപ്പെ വരിക്കച്ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ, ചക്ക മുറിച്ചിടണുണ്ട്, കൈത്തുണ്ടം കാട്ടിടണുണ്ട്, എന്നോടെങ്കിടൻ്റെ ഒപ്പേ ചെല്ലാഞ്ഞേ, കിഴക്കേപ്പുറത്തെ കുഞ്ഞറത്തേക്കൊന്നു ചെല്ലാനേ. ഇങ്ങനത്തെ പാട്ടിൽ മനുഷ്യൻ കുറേ പാടി വെച്ചിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ആളുകൾ തൊട്ടിട്ടില്ല. അപ്പം അങ്ങനത്തെ പാട്ടിലെടുത്തിട്ട് ഞാൻ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ഈ പാട്ട് ഹിറ്റായത്. അപ്പോൾ ഈ പാട്ട് തന്നെ എപ്പോഴും സ്ഥിരം പാടിക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് ശേഷം എനിക്ക് കൂടുതൽ ഷോസ് കിട്ടാൻ കാരണം ഈ പാട്ട് ആളുകളിലേക്ക് വീണ്ടും എത്തിക്കാനുള്ള കാരണം. അപ്കമിങ് പ്രൊജക്ട്സിനെ കുറിച്ചൊന്നും പറഞ്ഞത്, അപ്പം ഇനി വരുന്ന ചേട്ടൻ്റെ ആയിട്ടുള്ള ക്രിയേഷൻസ് ഉണ്ടോ? ക്രിയേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ കൂടുതലല്ലേ നമ്മൾ ചാൻസ് ചോദിക്കുന്നു പറഞ്ഞല്ലോ ഓൾറെഡി. എവിടെ പോയാലും ഇപ്പോൾ കിട്ടണമെന്ന് എനിക്കറിയില്ല ചാൻസ്. നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിടുക. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇപ്പോൾ കൃഷ്ണൻ്റെ പാട്ട് ഞാൻ സ്വന്തമായിട്ട് ഞാൻ തന്നെ ലിറിക്സ് ചെയ്ത് ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇപ്പോൾ മാസത്തിൽ 2 എണ്ണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, സുധീഷ് ശശികുമാറെല്ലാം ശ്രദ്ധിക്കണേ, സുധീഷ് ശശികുമാർ. അപ്പോൾ അതിലെൻ്റെ പാട്ടിലിടാറുണ്ട് റീൽസൊക്കെ ആയിട്ട്. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ അത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ പരമാവധി ബൂസ്റ്റ് ഇതിൻ്റെ ഒപ്പം ലൈവാണ് എൻ്റെ മെയിൻ എയിം, എൻ്റെ ഇൻകം അതാണ്, എൻ്റെ അരി അതാണ്. പക്ഷേ ഞങ്ങൾ അടുത്തൊരു ചാലക്കുടി ബേസ് ചെയ്തിട്ടും എല്ലാവരും കൂടി ടീം സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ട്രൂപ്പാണ്. MJ ക്രിയേഷൻ എന്നാണ് ഞങ്ങളുടെ ടീമിൻ്റെ പേര്. ഇപ്പം ഓൺ ആയോ അതോ ഓൾറെഡി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്നുകൂടി സെറ്റായിട്ട് ഇറക്കാനുള്ള പരിപാടി, ഒരു ഇനോഗ്രൽ ഫംഗ്ഷനൊക്കെ വെച്ചിട്ട്. ഓക്കെ. ചേട്ടൻ്റെ ഫേവറേറ്റ് പെർഫോമൻസ് എവിടെ വെച്ചായിരുന്നു ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് ചേട്ടൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഒരു പെർഫോമൻസിന് ചേട്ടന് കിട്ടിയ ഒരു മോബിൻ്റെ ഒരു സപ്പോർട്ടും ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ചേട്ടൻ എവിടെയാണ് ചെയ്തത്, ഏത് പാട്ടാണ്? മണിച്ചേട്ടൻ്റെ കൂടെ UK ലണ്ടനിലൊക്കെ പോയിട്ടുണ്ട് പ്രാവശ്യം. ലാസ്റ്റ് പുള്ളീൻ്റെ ട്രിപ്പ് അതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്കൂൾ അതൊക്കെ ആയിരുന്നു. ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് പുള്ളിയുടെ അടുത്തുനിന്ന്. അപ്പോൾ ആളുടെ കൂടെ ആളുടെ പ്രോഗ്രാമിൽ നമ്മളെങ്ങനെ നിൽക്കണം, കൂടെ കട്ടക്ക് നിന്നാലേ പ്രോഗ്രാം വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആളെൻ്റെ പ്രോഗ്രാം കണ്ടു. ഞാൻ എങ്ങനത്തെ പാട്ടുകാരനാണെന്നൊന്നും അറിയില്ല. സുധീഷ് സ്റ്റാർ സിംഗർ അങ്ങനെ ബന്ധം ഫാമിലിയൊക്കെ ഉണ്ട്. പക്ഷേ ആള് ഫസ്റ്റ് പാട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പെർഫോമൻസ് ഞാനിങ്ങനെ അറബിക്കടലും ചിക്ക് ബുക്ക് റെയിലേ അങ്ങനത്തെ സ്റ്റൈല് പാട്ടിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ മൈക്കിൾ ജാക്സൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പം തന്നെ ഞാൻ ഡാൻസൊക്കെ കളിക്കും. അത്യാവശ്യം ജാക്സന് ഭയങ്കര പ്രാന്തനാണ്. അങ്ങനെ ആ സമയത്തിട്ടാണ്, ഇതുപോലെ വണ്ണമൊന്നും ഇല്ല കേട്ടോ വയസ്സ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് അപ്പം തന്നെ ജാക്സൻ്റെ ഡാൻസ് കളിച്ച് തിരിച്ചു കൊണ്ട് മണിച്ചാണ്ട് മൂത്തി വെറുതെ നോക്കി. അപ്പോൾ ആൾ കെട്ടിപ്പിടിച്ചു, പൊളിച്ചു പോകാനെ. എന്നിട്ട് പൊളിച്ചു പോകാനല്ല, നന്നായിടാന്ന് പറഞ്ഞു. അടിപൊളിത്ത് മതി അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പവർ കയറി എനിക്ക്. അതാ തന്നെ അങ്ങനെയൊക്കെയുള്ള അതൊന്നും ഞാൻ മറക്കില്ല. പിന്നെ അങ്ങനെ ഓർത്തിരിക്കാനുള്ള ഇത് ഞാൻ പറഞ്ഞത്, നമുക്കൊരു സ്റ്റേജ് നന്നാക്കുന്ന അടുത്ത് അടിപൊളിയായിട്ട് വരും, അടുത്ത പ്രോഗ്രാംസ് കിട്ടും. ഐഡിയ സ്റ്റാർ സിംഗിന്റെ ഓഡീഷൻ കഴിഞ്ഞ് കിട്ടിയെന്ന് ഉള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ എൻ്റെ വോഡാഫോണിലായിരുന്നു. എൻ്റെ വോഡാഫോൺ എൻ്റെ അമ്മയുടെ ഐഡിയ. അപ്പോൾ ഈ ഐഡിയന്ന് നമ്മൾ എന്താ പറയുക, നമ്മൾ പൊട്ടത്തിലെന്നറിയില്ല, ഐഡിയന്ന് കൊടുത്താലാണ് ഐഡിയയുടെ ആൾക്കാർ വിളിക്കുള്ളൂ എന്നാണ് ധാരണ. അങ്ങനെ ഐഡിയയുടെ സിം വെച്ചിട്ട് അമ്മയുടെ സിമ്മിൽ നിന്നാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഈ ഫോണൊക്കെ വരുന്നത് അമ്മയുടെ ഫോണിലേക്കാണ്. എന്നിട്ട് ഞാൻ ആരാണ്ട് വിളിച്ചു ഏഷ്യാനെറ്റിൽ നിന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വേണ്ട
അപ്പോൾ തുടങ്ങി കൈകാലും മറച്ചു തുടങ്ങി അവിടെ. എന്നെ സംബന്ധിച്ച് നമുക്കിത് കിട്ടും എന്നുള്ള ഇതൊന്നുമില്ലല്ലോ. ഇങ്ങനെ സംഭവം ബാക്കി ആളുകളൊന്നും ഇതുപോലെ വിളിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കിട്ടിയത് നമുക്കറിയില്ല, പക്ഷേ നമുക്കൊരു സൂചനയൊക്കെ തന്നോണ്ട്. അതായത് ഫസ്റ്റ് ഓഡീഷൻ ലുലു മാളിൽ തൃശ്ശൂരായിരുന്നു. അതിനുശേഷം ഞാൻ CD അയച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ അപ്പിയറൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ അവർ ഓരോരുത്തർ സെലക്ട് ചെയ്യണം. അതായത് ഈ അടുത്ത് അജയൻ K നായർ എന്ന് പറഞ്ഞൊരു കൊടകരയുള്ള സാറാണ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ അതിന് ശേഷം കമ്പനി ആയപ്പോൾ ഇതൊക്കെ കഥകളൊക്കെ പറഞ്ഞു പുള്ളി. അപ്പോൾ ഇവരെ ജഡ്ജസിന് മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് ഇവരാ, ആൾക്കാരൊക്കെ പിടിച്ച് ഇന്നാക്കി എടുത്ത് കൊണ്ടുവരുന്നത് ഇവരാ. അപ്പോൾ ഇവരെന്നെ ഈ സാറാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുക. അപ്പോൾ ഈ ഫോൺ കൊണ്ട് എപ്പോഴും ഞാൻ നടക്കും. അപ്പോൾ ഇത് സെലക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഇവരും നമ്മളെ കൊണ്ട് പരമാവധി ശ്രമിക്കൂലേ. അങ്ങനെ നല്ല പാട്ടൊക്കെ സെലക്ട് ചെയ്ത് ഈ ഹുദാസെ ഞാൻ പാടിയത്. അങ്ങനെ ശരത് സാറിൻ്റെ മുന്നിൽ നമ്മൾ പാടിക്കുന്നത് അവിടെ പാടിച്ചത് കിട്ടും നമുക്ക് പ്രതീക്ഷയില്ല. ആ 100 പേരിൽ നമ്മൾ അതിന് സെലക്ട് ചെയ്യണം 45 പേര്. അത് എക്സൈറ്റഡ് ആയിരുന്നു ശരിക്കും. അതിലുപരി നമ്മളെ ഫസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ പാട്ടായിരുന്നു. അത് ഫോണൊക്കെ ഇങ്ങനെ റിങ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞിട്ട് അതായത് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മൊമെന്റ്സിൻ്റെ അതൊക്കെ ഭാഗമാണെന്ന് പറയാം. അതായത് ഞാൻ ഇതെന്താണ് നമുക്കൊരു അത്ഭുതമാണ് അതുണ്ടായത്. അത് ലോകത്തുള്ള എന്നെ അറിയുന്ന എന്നെ അറിയുന്ന ചുറ്റും അവരൊക്കെ എന്നെ ഫോണൊക്കെ നമ്പർ മേടിച്ച് വിളിക്കായിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് അല്ലായിരുന്നു. ഇപ്പോൾ ഭക്തിഗാനങ്ങളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ അങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ടോ? ഭക്തിഗാനങ്ങൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പാട്ട് ഞാൻ തന്നെ എഴുതിയതാണ്, കൃഷ്ണൻ്റെ. പിന്നെ അയ്യപ്പൻ്റെ പാട്ടിൽ പാടിയിട്ടുണ്ട് ഞാൻ. ഫസ്റ്റ് ഞങ്ങൾ എഫേർട്ട് എടുത്ത് 2016 തോന്നുന്നുണ്ട്. അയ്യനെ കാണാമെന്നൊരു പാട്ട് ഉണ്ട്. അയ്യനെ കാണാൻ കനിവാകുമെങ്കിൽ ആ ദിവ്യദർശനമടിയനുശരണം, ഒന്നു തൊഴാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ ജന്മമോഹം പുണ്യം പുണരും, എന്നാളും വാണിടേണമയ്യനയ്യനേ, എന്നാളും വാണിടേണമയ്യനയ്യനേ, അയ്യനെ കാണാൻ കനിവാകുമെങ്കിൽ ആ ദിവ്യദർശനമടിയനുശരണം. അങ്ങനെ പാട്ട്. അത് മ്യൂസിക് ചെയ്തിട്ടുള്ള അജി ഡെന്നീസ് എന്ന് പറഞ്ഞൊരു മ്യൂസിഷ്യനാണ്, ചാലക്കുടി തന്നെ സ്റ്റുഡിയോയൊക്കെ ഉള്ള ആളാണ്. ഈ നേരത്തെ പറഞ്ഞില്ലേ ഷിൻസൻ പൂവത്തി മരിച്ചു എന്ന് പറഞ്ഞു, അവനാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. അതൊരു ഭയങ്കര ചലഞ്ചിങ് സാധനമായിരുന്നു ആ കാസറ്റ്. അത് യൂട്യൂബിലെല്ലാ പാട്ടും അയ്യനെ കാണാമെന്നാണ് എൻ്റെ പേര്. പ്രസിദ്ധ ചേച്ചി പാടിയിട്ടുണ്ടായില്, അങ്ങനെ കുറച്ച് ആൾക്കാർ പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 8 പാട്ടുകളുണ്ട്. ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ അശ്വിൻ സത്യ ഇവരെല്ലാവരും ഒരു കൂട്ടായി വർക്ക് ചെയ്തൊരു പരിപാടിയാണ്. ഓക്കെ, ചേട്ടൻ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടല്ലോ, അപ്പം ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? യാത്ര ചെയ്തതിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം? ലണ്ടൻ പോയിന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെയൊക്കെ പോയപ്പോൾ നമുക്ക് കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കലാപം മണിച്ചാൻ്റെ കൂടെ പോയത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ പരിഗണിക്കപ്പെട്ടത്. അതിൻ്റെ ഉള്ളിലത്തൊക്കെ ആ ഒരു ഇതൊക്കെ കാണിക്കാൻ ഞങ്ങൾ എല്ലാവരും ടീമായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ലണ്ടൻ ട്രിപ്പ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് അത്രയ്ക്കും നമ്മൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങൾ, അതൊക്കെ നമ്മൾ എക്സൈറ്റ്മെൻറ്റ് ലൈഫിൽ നിന്ന് മാറിപ്പോയില്ല ഒരിക്കലും. ഓക്കെ, ചേട്ടൻ്റെ സ്ഥലം ചാലക്കുടിയാണല്ലോ. അതെ. ഓക്കെ, ആ സ്ഥലത്തിനെ പറ്റി ഒരു പാട്ട് ചേട്ടന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഏത് പാട്ടാണ്? ചാലക്കുടി വെച്ചിട്ടാ മണിച്ചേട്ടൻ്റെ പാട്ട് തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, ഒരു പാട്ട്. എൻ്റെ സ്ഥലം കൂടപ്പുഴയാണ് ശരിക്കും. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി, കൂടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി, ഇന്നു നിൻ്റെ വീട്ടിലെ കല്യാണ അലങ്കാരം, ഇന്നെൻ്റെ വീട്ടില് കണ്ണീരാണ്ട്, ഉമ്മായി കുച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, ഞാനൊരു പൂക്കളട്ടു കാലത്തിൻ്റെ അമ്മയും പൂക്കളട്ടു, അച്ഛൻ വന്നപ്പോ നേരം വാളുണ്ട് പൂക്കളട്ടു, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ,
ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടയിൽ നെയ്യുള്ള പിടക്കണ മീനാണേ. ഇതൊക്കെ ചാലക്കുടിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്ന പാട്ടുകളാണ്. അതും കലാപം മണിച്ചേട്ടൻ എന്നൊരു വ്യക്തി ഉള്ളത് മാത്രം നമ്മളെല്ലാവരും അറിയപ്പെടുന്ന സ്ഥലമാണ് ചാലക്കുടി. മണിച്ചേട്ടനുമായിട്ടൊരു സ്റ്റേജ് പങ്കിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഒരു പ്രോസസ്സിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു കിട്ടിയത്? അത് കലാപം മണിച്ചേട്ടൻ പറഞ്ഞാൽ ചാലക്കുടിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ അവിടെ ഒക്കെ ആർട്ടിസ്റ്റുകളായിരിക്കും. അത്ര ജനങ്ങളുണ്ട് ആർട്ടിസ്റ്റുകൾ. എന്നെയൊക്കെ ഫീൽഡിൽ കൊണ്ടുവന്ന് ജയൻ കലാപം എന്ന് പറഞ്ഞൊരു സീനിയർ മണിച്ചേട്ടൻ്റെ കൂടെയുള്ള ഒരു ആർട്ടിസ്റ്റാണ് ജയൻ കലാപം. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മണിച്ചേട്ടൻ അവിടെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം, പക്ഷെ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് എത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. ഒരു പാട്ട് പാടാൻ പോലും ചാൻസ് കിട്ടില്ല. ചിലപ്പോൾ ജയൻ ചേട്ടൻ ഉണ്ടെങ്കിൽ ആളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ എല്ലാ ഇയറിലും 1-ാം തീയതി നടത്തും. അപ്പോൾ ഞങ്ങൾ ജയൻ ചേട്ടൻ്റെ കോർഡിനേറ്റർ ഞങ്ങൾ സുധീഷ് കാമ്പെന്ന് ഒരു പാട്ട് പാടട്ടോ, അതുകൊണ്ട് അങ്ങനെ ആ ഗ്യാപ്പിൽ, അതായത് കാലത്ത് തുടങ്ങിയ ഗാനമേളയാണ് വൈകുന്നേരം വരെ. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും എത്തും ചെയ്യും. കേരളത്തിൽ നിന്നും എല്ലാ മണിച്ചേട്ടനെ അറിയുന്ന എല്ലാവരും വരും. അപ്പോൾ ഇങ്ങനെ ആൾക്കൊരു മണിമുഴക്കം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ പുള്ളിയുടെ അടുത്തേക്ക് ഞങ്ങളറിയും എൻ്റെ പാട്ട് എന്താണെന്നൊക്കെ ആൾക്കറിയാം. പക്ഷേ നമ്മൾ സെറ്റാവില്ല, എത്തണില്ല. അപ്പോൾ എനിക്കും തോന്നിയിട്ട് വിഷമമൊക്കെ, ഈ മണിച്ചേട്ടനൊക്കെ എന്നൊക്കെ പരിപാടി വിളിച്ചുകൂടെ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അതിന് ചാൻസ് കിട്ടാത്ത ആൾക്കും അറിയില്ലല്ലോ. പിന്നെ അന്ന് നാദൃശക്കൊക്കെ ആയിരിക്കും പരിപാടി ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എന്താ പറയുക, ഈ ലണ്ടൻ എന്ന് പറഞ്ഞ ഒരു ലണ്ടൻ ട്രിപ്പിന് ഞാൻ പ്രസീത ചാലക്കുടി അങ്ങനെയൊക്കെ ഒരു ടീം സെറ്റാക്കി ഒരു വിസ എടുത്തപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ വിസ കിട്ടി. പക്ഷെ ഞങ്ങളുടെ പരിപാടി നടക്കില്ല. 6 മാസത്തെ വിസ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ആ നേരത്താണ് മണിച്ചേട്ടൻ്റെ ടീമിന് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് മണിച്ചേട്ടന് കിട്ടി, ബാക്കി ആർക്കും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ആരൊക്കെ വിസയുള്ളത് ഇങ്ങനെ അറിയുമല്ലോ, അവിടുത്തെ ആളുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ നോക്കി വന്നപ്പോഴാണ് എൻ്റെ പേര് വീഴുന്നത്. അങ്ങനെയാണ് എനിക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റിയത്. അത് നമുക്ക് ആളായിട്ട് അറ്റാച്ച് ചെയ്യാനും അദ്ദേഹത്തിനെ അറിയാനും അദ്ദേഹത്തിന് എന്നെ അറിയാനും അത് ഭയങ്കര മൂമെൻ്റായിരുന്നു. ഞാൻ പറഞ്ഞില്ല, സ്കൂൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പരിപാടി. ഞങ്ങൾ 10-20 ദിവസം ഒരേ റൂമിലൊക്കെ പോയി അങ്ങനെയല്ലായിരുന്നു. എന്നെയൊക്കെ ഒരു അനിയനെ പോലെ കൊണ്ടു നടക്കണം. അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ എല്ലാവർക്കും ഇതുണ്ടാവും, പക്ഷെ എന്നെ ഒന്നും അടുപ്പിക്കില്ല, അങ്ങനെ ടേക്ക് കെയർ ചെയ്യും എന്നെ. അങ്ങനെയാണ് മണിച്ചേട്ടൻ്റെ. അത് നമുക്ക് എന്താ പറയുക, ചില ആളുകൾ പറയാനായിട്ടല്ലേ മണിച്ചേട്ടൻ്റെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ. അപ്പോൾ നമ്മൾക്കൊക്കെ ഇത്രയും അയാൾ മരിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് വാല്യൂ തന്നെ നമ്മുടെ നാട്ടുകാരും ഞങ്ങളെ ഈവൻ പറയുന്ന ചാലക്കുടി തന്നെ ആളുകൾ തന്നെ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണോ മരിച്ചതെന്ന് തന്നെ അറിയണത്. അപ്പോൾ ആ മനുഷ്യൻ്റെ കൂടെ നമ്മൾ എത്ര നാൾ നിന്നു, അല്ല ഇത്രയും അറിയപ്പെട്ടു എന്ന് തോന്നിയില്ലേ? അത് നമ്മൾ ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനെ ഓർക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പാട്ട് പാടിയിട്ടാണ് പരിപാടി. പിന്നെ ഞങ്ങൾ ടീം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. MJ ക്രിയേഷൻസ് എന്നാണ് ചാലക്കുടിയിൽ. MJ ക്രിയേഷൻസ് ചാലക്കുടി എന്നാണ് അതിൻ്റെ ടീമിൻ്റെ പേര്. അത് എനിക്കറിയാം, ഗാനമേള നമുക്കിപ്പോൾ എങ്ങനെ കിട്ടിയാലും നമുക്ക് ലൈവ് ഷോ ഞങ്ങൾക്ക് കിട്ടിയാഞ്ഞിരിക്കും. അതൊരു ചലഞ്ചാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ തകർക്കും. അപ്പോൾ ആ ചലഞ്ച് വെച്ചിട്ട് ഞങ്ങൾ ടീമായി സെറ്റായി. ഞങ്ങൾക്ക് ടീമുണ്ട്. 4 സിംഗേഴ്സ് മെയിലുണ്ട്, 2 ഫീമെയിൽ സിംഗറുണ്ട്. ഞങ്ങൾക്ക് പറ്റിയ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ഓർക്കസ്ട്ര ടീമുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ, കണ്ടോ നാട്ടാരെ കണ്ടോ എൻ നാട്ടാരെ, ആ പാട്ട് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കണ്ടോ നാട്ടാരെ കണ്ടോ എൻ നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ, കാലമതി കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ, കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലെ പോയതാണ്, മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർക്കാലെ പോയതാണ്, ഉണ്ണിക്കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ, ഉണ്ണിടമ്മയെങ്ങോ പോയി, ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി, കർക്കിടകപ്പേത്തിൽ പെരുവെള്ളമൊഴുകിപ്പോ
ഉണ്ണിടമ്മ ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി. ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി. എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ നിലയ്ക്ക് ഇവിടെ ഇരിക്കാൻ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ടും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലി ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എനിക്ക് വലിയ ഹെവിയിലേക്ക് എത്തിയിട്ടില്ല. എനിക്കറിയാം, ഞാൻ ഈ പടി സൈക്കിൾ ചവിട്ടി ഇവിടെ എത്തിയിട്ടില്ല. ഇങ്ങനെ 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 പോകണ്ടേ, എത്രയും എഫേർട്ട് ഉണ്ട് എനിക്കറിയാം. പക്ഷേ ഇത്രയും ഒരെത്തേന് ഒരുപാട് ആ സപ്പോർട്ടുകളുണ്ട് എനിക്ക് കുടുംബത്തായിട്ടും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഗാലറി വിഷൻ്റെ ദ സൗണ്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ നിൽക്കുമ്പോഴാണ് ഈ ഇൻസ്റ്റാഗ്രാം ഒരു വഴിയാണ് നമ്മളിപ്പോൾ റീൽസ് ഇടുക എന്നൊക്കെ പറയുന്നത്. ഈ നമ്മളെന്ത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയണത് എല്ലാ ഓപ്പർച്യൂണിറ്റീസും പറയുന്നത് അതിൽ കൂടെയാണ്. എൻ്റെ ഒരു സ്റ്റാറ്റസിൽ കൂടെയാണ് എനിക്ക് ഈ കണക്ഷൻ കിട്ടിയത്. ഞാൻ എങ്ങനെ എൻ്റെ പാട്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറ്റാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഗാലറി വിഷൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.